ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് CBSE 9ാം ക്ലാസ്സിലെ മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ രണ്ടാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് ആൾജിബ്രൈക് എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. x പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇത് നമ്മൾ എല്ലാവരും കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x എന്നതിൻ്റെ എക്സ്പാൻഷൻ ഫോം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ത് വരും? സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അടുത്തത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫാക്ടറൈസേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രഷൻ കഴിഞ്ഞ വർഷം പഠിച്ചതാണെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് ഓർത്തെടുക്കാം. ഇനി നമുക്ക് പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ നോക്കാം. അപ്പോൾ അടുത്തത് നോക്കാം, എക്സ് സ്ക്വയർ പ്ലസ് 2x. അപ്പോൾ ഇതിൽ ഈ പോളിനോമിയൽ രണ്ട് ടേംസ് ഉണ്ട്. രണ്ട് ടേംസിൽ നമ്മളോട് ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് കാണാൻ പറയും. കോയിഫിഷ്യൻ്റ് കാണാൻ പറഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ ടേം നമ്മൾ എന്തെടുക്കും? എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എഴുതാൻ പറഞ്ഞു. എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഈ വേരിയബിളിൻ്റെ തൊട്ട് മുമ്പിൽ കിടക്കുന്ന ആ നമ്പറാണ് കോയിഫിഷ്യൻ്റ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ തൊട്ട് മുമ്പിൽ നമുക്കറിയാം 1 ആയിരിക്കും. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ? 1. നെക്സ്റ്റ് ടേം ഏതാ? 2x. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ത് വരും? 2. അതായത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എക്സിന് തൊട്ട് മുമ്പ് കിടക്കുന്നത് ഏതാ? 2 അല്ലേ? അപ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 2. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1. കോയിഫിഷ്യൻ്റ് ഓഫ് 2xൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് രണ്ടാമത്തെ ടേമായ 2xൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ? 2. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x സ്ക്വയർ പ്ലസ് 7x മൈനസ് 2. അപ്പോൾ നമുക്ക് 4 ടേംസ് ആയിട്ട് തന്നിരിക്കുന്നത് ഈ ഒരു പോളിനോമിയൽ 4 ടേംസ്. മൈനസ് എക്സ് ക്യൂബ് ആണ് കേട്ടോ. മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 4x സ്ക്വയർ പ്ലസ് 7x മൈനസ് 2. അപ്പോൾ ഇതിലെ ആദ്യത്തെ ടേമായ മൈനസ് എക്സ് ക്യൂബ് എടുത്തു. ഇതിൽ എക്സ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ? കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് -1 ആണ്. നമ്മൾ ചിഹ്നം അടക്കം എഴുതാം, അതിൻ്റെ സൈൻ അടക്കം. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് -1. നെക്സ്റ്റ് ഏതാ? എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ? 4. എക്സ് സ്ക്വയറിന് തൊട്ട് മുമ്പുള്ളത്, അതായത് ഒരു വേരിയബിളിന് തൊട്ട് മുമ്പിൽ കിടക്കുന്നതാണ് നമ്മൾ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ഏതാ? 4. നെക്സ്റ്റ് 7xലെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഏതാ? 7. 7x പറയുമ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 7. ഇനി നെക്സ്റ്റ് നമുക്ക് -2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം x⁻0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊരു വേരിയബിളിൻ്റെയും പവർ എക്സ്പോണൻ്റ് 0 ആയാൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് -2നെ -2x⁻0 എന്ന് എഴുതാം. അപ്പോൾ x⁻0 അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ? -2. x⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് x⁻0 എന്ന ഈ ലാസ്റ്റ് ടേം, നാലാമത്തെ ടേമായ -2x⁻0 എന്ന് പറഞ്ഞാൽ -2 തന്നെ. അതിൽ x⁻0ൻ്റെ കോയിഫിഷ്യൻ്റ് -2. ഇനി നമുക്ക് ഒരു പോളിനോമിയൽ p ഓഫ് x തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ p ഓഫ് x ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 5x മൈനസ് 3 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് പറയാണ് ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് 3 ടേംസ് ഉണ്ട്. ഈ 3 ടേമിലും വേരിയബിളിൻ്റെ മാക്സിമം പവർ, അതായത് എക്സ്പോണൻഷ്യൽ, നമ്മളെപ്പോഴും പോളിനോമിയൽ എഴുതുമ്പോൾ അതിൻ്റെ മാക്സിമം എക്സ്പോണൻ്റ് മാക്സിമം വരുന്ന എക്സ്പോണൻ്റ് ടു മിനിമം അങ്ങനെ എഴുതും. അപ്പോൾ ഇവിടെ പവർ നോക്കാം. 2x⁻2 5x⁻1 അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. 2x⁻2 പ്ലസ് 5x⁻1 മൈനസ് 3x⁻0. അപ്പോൾ നമ്മുടെ പവർ എക്സ്പോണൻഷ്യൽ പവർ കുറഞ്ഞു വരണം. അപ്പോൾ നമ്മളോട് ഡിഗ്രി ഓഫ് പോളിനോമിയൽ എഴുതാൻ പറഞ്ഞാൽ മാക്സിമം പവർ വരുന്നത് മാക്സിമം എക്സ്പോണൻ്റ് ഏതാ? x². 2. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി ഓഫ് പോളിനോമിയൽ എത്രയാണ് വരുന്നത്? 2. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട്
അപ്പോൾ ഞാനൊരു പോളിനോമിയൽ എഴുതി പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x² പ്ലസ് 5x മൈനസ് 7. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. ഒരു ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ നമുക്ക് ഇതിൽ 3 ടേംസ് തന്നിട്ടുണ്ട്, 2x² പ്ലസ് 5x മൈനസ് 7. ഇപ്പോൾ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഹയസ്റ്റ് പവർ, മാക്സിമം നോക്കാം എത്ര. അപ്പോൾ ഒരു വേരിയബിൾ തന്നിട്ടുള്ള വേരിയബിളിലെ ഹയസ്റ്റ് പവർ എത്രയാണെന്ന് നോക്കാം. ഇവിടെ ഹയസ്റ്റ് പവർ ഏതാ? 2. അപ്പോൾ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ, നമുക്ക് ഈ തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2. ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ഈസ് 2. അപ്പോൾ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഈ തന്നിരിക്കുന്ന പോളിനോമിയൽ അതിലെ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ, തന്നിരിക്കുന്ന വേരിയബിൾസിലെ മാക്സിമം ഹയസ്റ്റ് പവർ ഏതാ? അതാണ് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x raised to 7 minus 4x raised to 6 plus x plus 9. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പോളിനോമിയൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മളോട് പറയുകയാണ് ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. അപ്പോൾ നമ്മളിങ്ങനെ എഴുതും, ഇതിൽ ഈ വേരിയബിളിൻ്റെ മാക്സിമം ഹയസ്റ്റ് പവർ എത്രയാണോ അതാണ് നമ്മുടെ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ്, ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് എത്രയായിരിക്കും? 7. അപ്പോൾ എല്ലാവർക്കും ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ നമുക്കിനി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x³ x raised to 5 മൈനസ് x raised to 4 പ്ലസ് 3. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. ഇപ്പോൾ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്താ? ഹയസ്റ്റ് പവർ ഓഫ് ദ പോളിനോമിയൽ, മാക്സിമം ഹയസ്റ്റ് വന്നിരിക്കുന്ന പവർ എത്ര? 5. അപ്പോൾ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്തായിരിക്കും? 5. അപ്പോൾ എല്ലാവർക്കും ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഈ പോളിനോമിയൽ എന്ന ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്താ? പോളിനോമിയൽ. നമ്മൾ ടേംസ് പഠിച്ചു, ഡിഗ്രി ഓഫ് പോളിനോമിയൽ പഠിച്ചു, കോഎഫിഷ്യൻ്റ് പഠിച്ചു. അതിൽ ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. എന്താ? മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ. ഈ പോളിനോമിയൽസിന് തന്നെ ഒരു ടേം മാത്രമുള്ള പോളിനോമിയൽ നമ്മൾ എന്ത് പറയും? മോണോമിയൽ. അപ്പോൾ പോളിനോമിയൽ വിത്ത് 1 ടേം, ബിനോമിയൽ വിത്ത് 1 ടേം, ഒരു ടേം മാത്രമുള്ള പോളിനോമിയലിന് നമ്മൾ എന്ത് പറയും? 1 ടേം ഈസ് മോണോമിയൽ. ഒരു ടേം മാത്രമുള്ള പോളിനോമിയലിന് നമ്മൾ മോണോമിയൽ എന്ന് പറയും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2x -5x², 3x, ഇതൊക്കെ നമുക്ക് മോണോമിയലിൽ വരും. അതായത് ഒരു ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബൈനോമിയൽ എന്തായിരിക്കും? പോളിനോമിയൽസ് വിത്ത് 2 ടേംസ്. അതിന് നമ്മൾ എന്ത് പറയും? 2 ടേംസ് നമുക്ക് ബൈനോമിയൽ എന്ന് പറയും. ബൈനോമിയൽ. എക്സാമ്പിൾ എന്തൊക്കെയാണ്? 2x² പ്ലസ് എക്സ്, പിന്നെ നമുക്ക് എന്ത് എഴുതാം? x plus 1, 3x plus 5. ഇതൊക്കെ നമുക്ക് ബൈനോമിയലിന് ഉദാഹരണമാണ്. പോളിനോമിയൽ വിത്ത് 2 ടേംസ്, അതാണ് എന്ത്? ബൈനോമിയൽ. എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ട്രൈനോമിയൽ. പോളിനോമിയൽസ് വിത്ത് 3 ടേംസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രൈനോമിയൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3x² പ്ലസ് 2x പ്ലസ് 5. പിന്നെ എങ്ങനെ എഴുതാം നമുക്ക്? y raised to 4 പ്ലസ് y പ്ലസ് 5. അപ്പോൾ 3 ടേംസ് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ പോളിനോമിയൽ വിത്ത് 3 ടേംസ്, അതാണ് നമ്മൾ ട്രൈനോമിയൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോളിനോമിയൽസ് വിത്ത് കോൺസ്റ്റൻറ്റ് ടേംസ്. കോൺസ്റ്റൻറ്റ് ടേം മീൻസ് വേരിയബിൾ ഇല്ലാത്ത ടേംസിനെ, ഇപ്പോൾ -2, 5, പിന്നെ എന്തൊക്കെയാണ് 7, ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ അതിനെ എന്ത് പറയും? കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് പറയും. പോളിനോമിയൽ വിത്ത് കോൺസ്റ്റൻറ്റ് ടേംസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് എന്ന് വിളിക്കും. ഇനി നമുക്ക് അടുത്തത് നോക്കാം.
കോൺസ്റ്റന്റ് പോളിനോമിയൽ 0 ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? സീറോ പോളിനോമിയൽ എന്ന് പറയും. കോൺസ്റ്റന്റ് പോളിനോമിയൽ 0, അതിനെ നമ്മൾ എന്ത് പറയും? സീറോ പോളിനോമിയൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ പഠിച്ചു. അപ്പോൾ പോളിനോമിയലിൻ്റെ ഡിഗ്രി 1 ആയിരിക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? ഇപ്പോൾ ഇഫ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 1 ആണെങ്കിൽ പോളിനോമിയൽ 1 ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 1 എങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ലീനിയർ പോളിനോമിയൽ. ഇപ്പോൾ ഉദാഹരണം എന്താ? 2x മൈനസ് 3x പ്ലസ് 5 ഇതൊക്കെ ഏതിലാണ് വരുന്നത്? ഡിഗ്രി കണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ. ഇവിടെ ഹയസ്റ്റ് പവർ എത്ര? 1 ആണ്. 2xലെ എക്സിൻ്റെ പവർ എന്താ? 1 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 3xലെ എക്സിൻ്റെ പവർ എന്താ? 3x പ്ലസ് 5ലെ എക്സിൻ്റെ പവർ 1. അപ്പോൾ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ വിത്ത് 1 ഡിഗ്രി ഉള്ള പോളിനോമിയൽ നമ്മൾ പറയും ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. ഇനി നെക്സ്റ്റ് നോക്കാം. ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 2 ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? പോളിനോമിയൽ 2 ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് എക്സാമ്പിൾ എന്തൊക്കെയാ? 2x² പ്ലസ് 5, പിന്നെ എന്ത് എഴുതാം നമുക്ക്? 5x² പ്ലസ് 3x പ്ലസ് 2. ഇതൊക്കെ നമുക്കറിയാം. ഇതിൻ്റെ ഹയസ്റ്റ് പവർ ഫസ്റ്റ് പോളിനോമിയൽ 2x² പ്ലസ് 5ലെ ഹയസ്റ്റ് പവർ ഓഫ് x എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പോളിനോമിയൽ എന്താ? അതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? 2. അപ്പോൾ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 2 ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ ഇതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ തന്നിരിക്കുന്നത്. 5x² പ്ലസ് 3x പ്ലസ് 2. ഇനി ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 3 ആണെങ്കിലോ? ഇഫ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ഈസ് 3, പോളിനോമിയലിൻ്റെ ഡിഗ്രി 3 ആണെങ്കിൽ, പവർ 3 ആണെങ്കിൽ, ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 3 ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും അതിനെ? ക്യൂബിക് പോളിനോമിയൽ. അപ്പോൾ നമുക്ക് അതിന് എക്സാമ്പിൾ നോക്കാം. 2x³ പ്ലസ് 1. അപ്പോൾ ഇവിടെ പവർ എന്താ വന്നിരിക്കുന്നത്? 3. അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 3 വന്നപ്പോൾ പോളിനോമിയൽ നമ്മൾ എന്ത് വിളിക്കും? ക്യൂബിക് പോളിനോമിയൽ. ഇനി നെക്സ്റ്റ് നോക്കാം. 2x³ പ്ലസ് 4x² പ്ലസ് 6x പ്ലസ് 7. ഇതൊക്കെ ഏതിലാണ് വരുന്നത്? ക്യൂബിക് പോളിനോമിയൽ. അതായത് ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി 3 ആണെങ്കിൽ അതിനെ നമ്മൾ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം പോളിനോമിയലിൻ്റെ ഡിഗ്രി 1 ആണെങ്കിൽ അതിനെ ലീനിയർ പോളിനോമിയലിൻ്റെ ഡിഗ്രി 2 ആണെങ്കിൽ അതിനെ എന്ത് പറയും? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയലിനെ നമ്മൾ പറയും ക്യൂബിക് പോളിനോമിയൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് എത്താം. എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാം.